കുടുംബവിളക്ക് നമ്മൾ പ്രേക്ഷകർക്ക് ഒരു പുതു പ്രതീക്ഷ നൽകുന്ന ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പൂജയും സുമിത്രയും ഇപ്പോൾ നല്ലൊരു എന്താ പറയുക സ്വരച്ചേർച്ചയിലല്ല കേട്ടോ. എന്ന് വെച്ചാൽ പൂജ ഇപ്പോൾ നമ്മുടെ രഞ്ജിതയുടെ ഒരാളായി മാറിയിരിക്കുകയാണ്. എന്താ പറയുക, പൂജ നമ്മുടെ സുമിത്രയുടെ അടുത്ത് പറയുന്നൊക്കെ ഉണ്ട്, അവരെന്ത് വന്നാലും എൻ്റെ അച്ഛൻ്റെ പെങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുമിത്രയ്ക്ക് ആ ഒരു സംസാരമൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ സുമിത്ര പറയുന്നുണ്ട്, രോഹിത് നമ്മുടെ രഞ്ജിതയെക്കുറിച്ച് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്കതാണ് വിശ്വാസം. ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ രഞ്ജിത ഒരു എന്താ പറയുക ചതിയെത്തിയാണ്. എല്ലാം ചതിച്ച് ഇപ്പോൾ കണ്ടില്ലേ, നിൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം അവർ ഇങ്ങനെ നേടിയെടുത്തത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുമിത്ര പറയുന്നുണ്ടെങ്കിലും, പക്ഷേ പൂജയ്ക്ക് ഉള്ളിൽ ഇപ്പോഴും രഞ്ജിതയും പങ്കജുമൊക്കെ എന്താ ഇപ്പോൾ ഭയങ്കര വിശുദ്ധർ പോലെയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയും നാൾ ഭയങ്കര നന്നായിട്ട് നോക്കിയില്ലേ. ഇപ്പോൾ ശ്രീനിലയത്തിൽ പൂജ വന്നപ്പോഴാണെങ്കിൽ പണ്ടത്തെ അത്ര മൈൻഡും ഇല്ല, ശീതളനൊന്നും അത്ര രസമായിട്ട് തോന്നുന്നൊന്നുമില്ല പൂജയെ കാണുമ്പോഴൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി സിദ്ധാർത്ഥൻ്റെ വരവ് ഇനി ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ ഇനി രോഹിത്തിൻ്റെ വരവാട്ടോ നമ്മൾ ഇനി പ്രേക്ഷകർ ഇനി കാത്തിരിക്കുന്നത്. ഒത്തിരി പ്രേക്ഷകർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട്, രോഹിത് എപ്പോൾ വരും എന്ന്. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ രോഹിത് വരാനുള്ള കുറേ സൂചനകൾ നമ്മുടെ പൂജയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. രോഹിത് വരും എന്ന് തന്നെ നമ്മുടെ സുമിത്ര ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും ആ വരവിനായി നമുക്ക് പ്രേക്ഷകർക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.